കേട്ടോ എനിക്ക് തരണട്ടാ. സെക്കൻഡ് ആണ് മ്യൂസിപ്പർ ആദ്യം പിന്നെ എമ്പുരാൻ. കണ്ടോ ഗൈസ് അങ്ങനെ ഈ റൗണ്ടിലും ആർക്കും പോയിന്റ് ഉണ്ട്. കളിപ്പ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്നൊരു ടെലപ്പതി ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ചലഞ്ച് വെച്ചാൽ നമ്മളെ കയ്യിൽ ബുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മളോട് ഒരു കളറിന്റെ പേര് എഴുതാ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഒരു കളറിന്റെ പേര് നമുക്ക് തോന്നുന്ന ഒരു കളറിന്റെ പേര് എഴുതാം. എന്നിട്ട് ആരതൊക്കെയാണോ ഒരേപോലെ ആവണത് ഓർക്ക് പോയിന്റ്സ് കിട്ടും. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആർക്കാണോ കിട്ടണേ ഓരാണ് ചലഞ്ചിലെ വിന്നേഴ്സ് ആയിട്ട് മാറുക. അപ്പൊ നമുക്ക് ചലഞ്ചിലോട്ട് കടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. അപ്പൊ നമുക്ക് ചലഞ്ച് തുടങ്ങാം. ആദ്യത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. കളറാണ് ഗൈസ്. എഴുതിക്കോളും. ഞാൻ എഴുതി കഴിഞ്ഞോ? ടൈമപ്പായി നിർത്തി ഓറഞ്ച് പിങ്ക്. ഈ ഒരു ഇതിലെ റൗണ്ടിൽ ഇവർ രണ്ടാളാണ് ജയിച്ചത്. കാരണം ഇത് രണ്ടാമത് ഒരേ കളറായിരുന്നു. അപ്പൊ ഇവർക്ക് രണ്ടാൾക്ക് മാർക്കായി ഒരു മാർക്ക് കിട്ടിയ ഗൈസ്. നമുക്ക് അടുത്തത് എന്താണെന്ന് നമുക്ക് അറിയാം ഗൈസ്. മൂവിയാണ് ഗൈസ്. കഴിഞ്ഞിട്ടുണ്ട് മൂന്നാളതും. ലൂസിഫർ, മൂന്നേക്കും ഒത്തരമില്ല ഗൈസ്. നമുക്ക് അപ്പൊ കുഴപ്പമുണ്ടോ? അപ്പൊ ടെൽപ്പതി ആയില്ലേ? സീസൺ 1 2 കളിച്ചതാ. ഈ റൗണ്ടിൽ ആർക്കും മാറിക്കില്ല. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. എന്താണ് അടുത്തത് നമുക്ക് നോക്കാം. ഫ്രൂട്ടാണ് ഗൈസ് അടുത്തത്. ഇതിന്റെ മാംഗോ ആണ് ഗൈസ്. അപ്പൊ ഇതിലും മൂന്നാൾക്കും ഒത്തൊരുമില്ല ഗൈസ്. അപ്പൊ ആർക്കും ഈ റൗണ്ടിലും അല്ല പോയിന്റ് ഇല്ല. ഞാനും ഇംഗ്ലീഷിൽ തന്നെ എഴുതിയത്. ഇതിലെന്താണാവോ അടുത്ത സാധനം? വെഹിക്കിൾസ് ആണ് ഗൈസ്. ഇത് പുറത്താണ് ഒരു ബൈക്ക്. ഈ കുഞ്ഞേറ്റ് പോയത് കണ്ടപ്പോ ഇതിന്റെ മുന്നേ ഇരിക്കണ ബൈക്ക് ഞാൻ ലോറി അത് ഗസ്റ്റ് ചെയ്തു. ഈ റൗണ്ടിൽ ഇക്കും ഒക്കും ഒരു പോയിന്റ്. ശ്രീകുട്ടിയാണ് ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇനി നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം. അടുത്തത് എന്താണാവോ പറയാൻ പോകുന്നത്. എന്ത് ഫുഡ്? ഫാസ്റ്റ് ഫുഡ്. സിമ്പിളാണ്. അറിയില്ല. ഇത് മന്തിയാണ്. മന്തി അൽഫാമാണ് ഗൈസ് ഓളെ എഴുതിയത്. ആർക്കും ഒരു ബന്ധമില്ല. അടുത്ത ഇനി എന്താ നോക്കാം ഗൈസ്. ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിന്റെ ഫ്ലൂട്ട് ആണ്. ഫ്ലൂട്ട് ഗൈസ്. ഇതിന്റെ ഗിറ്റാറാണ്. ഓക്കെ ഒത്തരമില്ല ഗൈസ്.
ഈ റൗണ്ടിലും ആർക്കും ആർക്കാവാം. അപ്പൊ ലീഡ് ചെയ്തത് പിന്നെ സീക്കുട്ടി തന്നെയാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത റൗണ്ടിൽ എന്താണ് സാധനം എന്ന് നോക്കാം. റൗണ്ട് എന്താന്ന് നോക്കാം. കാർട്ടൂൺ എല്ലാരും നമുക്ക് നോക്കാം ഗൈസ്. ഇത് ടോം ആൻഡ് ജെറി ആണ്. കൊടുത്തോ മണിക്കൂർ ഇതല്ലേ മാഷന്റെ വേറെ മാർക്ക് വാങ്ങിക്കോ. ഭയങ്കര മാനാടിയൊക്കെ കഴിഞ്ഞ് സീക്കുട്ടി ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പൊ ഗൈസ് നമുക്ക് അടുത്തത് ഏതാ നോക്കാം. ഞാൻ ഇത് അമേരിക്കയാണ്. അടുത്ത ഏതാ നോക്കാം ഗൈസ്. ഈ പട്ടിക്കുടീനെ കളി വരണം. ഞാൻ ക്യാറ്റാണ് ഇത്. അടുത്തും കൂടി പറഞ്ഞോ സമനില അവയം പറ ശരിയടിച്ചാ കൂട്ടാ. അതല്ല കുട്ടാടി ഭാഷന്റെ പേര് അതാണ് നിങ്ങൾ രണ്ടാളും ഒന്നായത്. ഇവർക്ക് രണ്ടാക്കും രണ്ട് പേർ അല്ല ഭാവി ഇജുവാണ് ഒരേപോലെ എഴുതി വെച്ചത്. ഇങ്ങനെ നോക്കും 3 ഓറഞ്ച്. ഇത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതാണ് ഗായ്സ്. അപ്പൊ നമുക്ക് എന്താണ് നോക്കാം. അപ്പൊ രണ്ടാളും ഇപ്പൊ സമനിലയിലാണ് നിൽക്കുന്നത്. എനിക്ക് 2 മാർക്കും ഇവർക്ക് രണ്ടാക്കും 3 മാർക്കുമാണ്. അപ്പൊ നമുക്ക് നോക്കാം. സ്റ്റേഷനറിയാണ് ഗൈസ്. ഒരു വഞ്ച നെയ്തി എപ്പോഴും ഞാനാ പറയല ആദ്യം. ഞാൻ പെണ്ണാണ് ഇതിലാർക്കും ഒത്തരുമില്ല. അപ്പൊ ഗൈസ് ഇവിടെ സമനിലയിൽ രണ്ടാൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു റൗണ്ട് കൂടി അനിവാര്യമാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ആണ് ഗൈസ്. ഇതില് ആരാണോ വിജയിക്കുന്നത് ഓരാണ് ഈ മത്സരത്തിലെ ഒരുപോലെയുള്ള ഓരാണ് വിന്നേഴ്സ് ആവാ. നമുക്ക് നോക്കാം എന്താണെന്ന്. ഫ്ലവർ ആണ് ഗൈസ്. അപ്പൊ നമുക്ക് നോക്കാം. എപ്പോഴും തോറ്റുപോയി. ഇവർ രണ്ടാളും സമനിലയിലാണ്. അപ്പൊ ഇവർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. കുറെ മത്സരം നോക്കി ബട്ട് ഇവരെപ്പോഴും പാവം ചേച്ചി 2 ചലഞ്ചിൽ ജയിച്ചപ്പോ ഓളെ ആ വീഡിയോ പൊട്ടിയതായി. 2 മത്സരത്തിൽ ഞാൻ ജയിച്ചു. എനിക്ക് അത് മതി. അപ്പൊ ഇവർക്ക് സമ്മാനം ഇതാണ്. അപ്പൊ ഞാനാണ് ഗൈസ് സമ്മാനം കൊടുക്കാൻ പോകുന്നത്. ഗൈസ് ഇതാണ് നമ്മുടെ സമ്മാനം. ഒരു പൂച്ചക്കുട്ടിയാണ് നമ്മുടെ സമ്മാനം. ഇവർ 2 ആള് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്നു ഗൈസ് ഒരാൾക്ക്. അപ്പൊ നമുക്ക് സമ്മാനം കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.